ഇവിടെ ഇന്ത്യ മാത്രമല്ല പല രാജ്യങ്ങളിലും ആ ജാതി അല്ലെങ്കിൽ മതത്തിന്റെ പേരിലുള്ള ഡിസ്ക്രിമിനേഷൻ പലതരത്തിലുണ്ട്. ആ ഈ ഡിസ്ക്രിമിനേഷൻ ചില സന്ദർഭങ്ങളിൽ ഒരു വയലന്റ് ടേൺ എടുക്കാറുണ്ട്. അതെ ആ വയലന്റ് ടേൺ ഉണ്ടാകുന്നത് ഈ ഡിസ്ക്രിമിനേഷനെ രാഷ്ട്രീയ പാർട്ടികളോ മതസംഘടനകളോ ഒരു പൊളിറ്റിക്കൽ ടൂളായിട്ട് ഉപയോഗപ്പെടുത്താൻ തുടങ്ങുമ്പോഴാണ്. അതെ അതെ ഇവിടെ ഇന്ത്യയിൽ ഏറ്റവും പ്രകടമായി നമ്മളത് കണ്ടത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയ സമയത്താണ്. അതെ ഈ ഡിസ്ക്രിമിനേഷന്റെ ഇപ്പോൾ പുതിയ ഫോം കൈവന്ന് ഇക്വിറ്റി സെന്റർ വേണം എന്ന് പറഞ്ഞ് ഒരു നിയമം പുതുതായി കൊണ്ടുവരികയാണ്. ഉം, ജാതി വിവേചനമില്ലാത്ത സെന്ററുകൾ. ഉം. ഇതിനെതിരായി OBC വിഭാഗത്തിന് നേട്ടം ഉണ്ടാകുന്ന സവർണ വിഭാഗത്തിൽ നിന്ന് കലാപം ഉണ്ടാവും. ഇതിന് സമാനമായിരുന്നു മണ്ഡൽ വിരുദ്ധ സമരം. അതെ അതെ അപ്പൊ ഇതിന്റെ സാമൂഹിക പശ്ചാത്തലമുണ്ട്, പൊളിറ്റിക്കൽ ഉണ്ട്. 3 വിഷയങ്ങൾ ഒരേപോലെ ഈ സംഭവത്തിൽ കൂടിച്ചേരുന്നു. സാറിന്റെ ഇതിനെക്കുറിച്ചുള്ള എക്സ്പെർട്ട് ഒപ്പീനിയൻ വീക്ഷണങ്ങൾ അറിഞ്ഞാൽ നന്നായിരുന്നു. ഒന്ന്, ഈ ജാതിപരമായുള്ള പ്രശ്നങ്ങൾ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു. ബാക്കിയുള്ളവർക്ക് റേഷ്യലാണ്. ആ. ഇത് ജാതി നമ്മുടെ സനാതന ധർമ്മത്തിന്റെ കോൺട്രിബ്യൂഷനാണ് ജാതി. അത് മറ്റൊരിടത്തും ഇല്ല. ഉം. ഇപ്പൊ അമേരിക്കയില് 1607 ആദ്യമായിട്ട് അമേരിക്കയിലേക്ക് ഒരു 144 പേര് അടങ്ങുന്ന കപ്പൽ, 3 കപ്പലിൽ ആളുകൾ വരുന്നത് കോളനി ഉണ്ടാക്കാൻ. ബ്രിട്ടീഷ് 1607 ഇടയ്ക്ക് ഞാൻ പറഞ്ഞ ആ കൂട്ടത്തിൽ പറയുന്നത് കുഴപ്പമില്ലല്ലോ. ഇല്ല, പറഞ്ഞോളൂ. ഈ കപ്പലിൽ ഉണ്ടായിരുന്നവരിൽ 140 പേര്, അതായത് അമേരിക്കയുടെ ആദ്യകാല പ്രതികൾ എന്ന് പറഞ്ഞാൽ ബ്രിട്ടനിൽ നിന്നും നാട് കടത്തപ്പെട്ട കൊള്ളക്കാരും കള്ളന്മാരും ഒക്കെ ഉൾപ്പെട്ടവരായിരുന്നു അവർ. അല്ല, അത് തെറ്റായ ഇൻഫർമേഷൻ ആണ്. അത് ആസ്ട്രേലിയയിലേക്ക് പോയവരാണ്. ആസ്ട്രേലിയയിൽ പോയി. ആസ്ട്രേലിയ ഇതുവരെ ആരും കൊള്ളക്കാരല്ല. അവർ വളരെ സ്കിൽഡ് പേഴ്സൺസ്. ഓരോ ഏരിയയിലും മികച്ച ആളുകളെ ആണ് കൊണ്ടുവരുന്നത് ബ്രിട്ടനിൽ നിന്ന്. മറ്റത് ആസ്ട്രേലിയയിലേക്കാണ്. നമ്മുടെ തെറ്റായ ഒരു ഇൻഫർമേഷൻ ആണ് കേട്ടോ. അതല്ല, കാരണം എൻ്റെ അതിന്റെ ഫുൾ ലിസ്റ്റ് വരുന്ന ആളുകൾ ആരാണ്, ഏതൊക്കെ കുടുംബങ്ങളിൽ നിന്നുള്ള അങ്ങനെയുള്ള ലിസ്റ്റ് മുഴുവൻ എൻ്റെ അപ്പൊ അത് ആസ്ട്രേലിയയിലേക്കാണ് ഈ ഇവിടെ ക്രിമിനൽസിനെ അല്ല കൊണ്ടുവന്നത്. അപ്പൊ ഇവിടെ വന്നിട്ട് 104 പേര് നിൽക്കുന്നു, 40 പേര് തിരിച്ചു പോകുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു 100 കൊല്ലം കഴിയുമ്പോൾ അവിടുത്തെ ഒറിജിനൽ റെഡ് ഇന്ത്യൻസ് എന്ന് പറയുന്ന ഒറിജിനൽ ഇൻഹാബിറ്റൻസ് അത് 2%, 2.5% ചുരുങ്ങുന്നു. എല്ലാവരും കൊന്നുകളയുന്നു. അന്നൊരു ഇതുണ്ടായിരുന്നു. ഒരാളുടെ ഒരു ട്രൈബ് മറ്റേ റെഡ് ഇന്ത്യന്റെ ഒരാളുടെ തലയുടെ മുറിച്ചുകൊണ്ട് കൊടുക്കുകയാണെങ്കിൽ $5 കിട്ടുമായിരുന്നു. ഒരു ദിവസം മുഴുവനും പണി ചെയ്യുകയാണെങ്കിൽ അതിന്റെ 10 പോലും കിട്ടത്തില്ല. അതുകൊണ്ട് ആളുകൾ ഇതാണ് പ്രിഫർ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് 13 കോളനി ഉണ്ടാക്കുന്നു. 13 കോളനി ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ ഈ അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് പോലും പറയുന്നത് ഇവരൊരിക്കലും നന്നാകാത്ത മനുഷ്യരാണെന്നാണ്. ഏത് ഒറിജിനൽ ഇൻഹാബിറ്റൻസ്. ഇന്ത്യയില് ഈ ഒറിജിനൽ ഇൻഹാബിറ്റൻസ് ആയ മനുഷ്യരെ സ്റ്റെപ്പിയിൽ നിന്ന് വരുന്ന ആര്യൻസ് വന്നിട്ട് അവരെ തന്നെ ഉയർന്ന ആളുകൾ എന്ന് പറയുകയും ആര്യൻസ് എന്ന് പറയുകയും മറ്റുള്ളവരെല്ലാം ഡാഷ്യൂസ് എന്ന് പറയും. ഡാഷ്യൂസ് എന്ന് പറഞ്ഞാൽ താഴ്ന്നവർ എന്നുള്ളതാണ്. ആ ഡാഷ്യൂസിന് പിന്നീടുള്ള കാലഘട്ടത്തില് ഈ ആദ്യത്തെ ഇവരുടെ വെപ്പൺ എന്ന് പറയുന്നത് സംസ്കൃതമാണ്. സാൻസ്ക്രിറ്റ് വാസ് എ വെപ്പൺ. കാരണം ഭാഷയുടെ അർത്ഥം എന്താണ്? ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഞാൻ താങ്കളോട് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന അർത്ഥം താങ്കൾക്ക് കിട്ടുമെങ്കിൽ ദാറ്റ്സ് ദ ബെസ്റ്റ് ലാംഗ്വേജ്. ബിക്കോസ് ലാംഗ്വേജ് ഈസ് ടു കമ്മ്യൂണിക്കേറ്റ്. ഇവിടെ ഞാൻ പറയുന്ന അർത്ഥം ഒന്ന്, നിങ്ങളിലെത്തുമ്പോൾ ഒരർത്ഥം, ആ ഒരു വാക്കിന് 50 അർത്ഥം, 50 വീണ്ടും ഇന്റർപ്രിട്ടേഷൻ. അതുകൊണ്ടാണ് ഇന്നും നമ്മൾ വേദങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ജാതിയല്ല വർണ്ണമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ പറയുക? ഓരോ വാക്കും ഇറ്റ്സ് എ മൾട്ടി ബ്ലേഡ് ഉള്ള ടൂളാണത്. അതിൽ നിന്നാണ് മറ്റു ടൂൾസ് ഒക്കെ ഉണ്ടാക്കിയിരുന്നത്. അവിടെ ആളുകൾ മുഴുവൻ കൊന്നു അമേരിക്കയിൽ. ഇവിടെ ഈ ഭൂരിപക്ഷം മനുഷ്യർ മുഴുവനും താഴ്ത്തി വെച്ചിട്ട് അവരുടെ നെഞ്ചെറിയുന്നുണ്ട്. 3% ബ്രാഹ്മണര് ഈ ഇവിടെ മുഴുവൻ ഭരിച്ചുകൊണ്ടിരുന്നു. ഈ കാരണം നോളജ് എന്ന് പറഞ്ഞ മുഴുവൻ അവരുടെ കയ്യിലാണ്. നോളജ് ഈസ് പവർ. അപ്പൊ അത് വേറെ ആർക്കും ആക്സസ് ഇല്ല. അതുകൊണ്ടാണ് ഈ സംസ്കൃതം ആരും പഠിച്ചുകൂടാന്നൊക്കെ പറയണത്. നമ്മൾ പക്ഷെ ഇത് കേട്ട് നമ്മളിപ്പം ആരാണ് മഹാഭാരതം എഴുതിയെന്ന് വെച്ചാൽ നമ്മൾ ഉടനെ പറയും വ്യാസൻ എന്ന് പറയും. ആരാണ് രാമായണം എഴുതി വെക്കേണ്ടത് നമ്മൾ ഉടനെ വാൽമീകി എന്ന് പറയും. അവരെല്ലാവരും താഴ്ന്ന ജാതിക്കാരായിരുന്നു. പക്ഷേ സംസ്കൃതം പഠിച്ചുകൂടാ, സംസ്കൃതം വായിച്ചുകൂടാ, സംസ്കൃതം കേട്ടാൽ അവന്റെ ചെവിയിൽ ഈയം ഒഴിക്കണമെന്ന് വ്യാസൻ എഴുതി എന്ന് പറഞ്ഞ ബ്രഹ്മസൂത്രത്തിന്റെ ശങ്കരാചാര്യർ കൊടുത്ത വ്യാഖ്യാനം 8-ാം നൂറ്റാണ്ടിലെ വ്യാഖ്യാനത്തിൽ പോലും ഇത് പറയുന്നുണ്ട്. അപ്പൊ എങ്ങനെ വ്യാസൻ ഇത് പഠിച്ചെന്ന് നമ്മളാരും ചോദിക്കുന്നില്ല. സംസ്കൃതം എങ്ങനെ പഠിച്ചെന്ന്? They were all fictitious characters.
ദേ വെർ ഓൾ ഫിക്ഷ്യസ് ക്യാരക്ടർ. വാൽമീകി, വ്യാസൻ, ഇതെല്ലാം ഫിക്ഷ്യസ് ക്യാരക്ടറാണ്. ഇനി അങ്ങനെ നോക്കിയാൽ പോലും വ്യാസൻ എഴുതുന്ന ഒറിജിനൽ മഹാഭാരതത്തിനകത്ത് 8800 ശ്ലോകമേ ഉള്ളൂ. ഇന്ന് അത് 1,00,000 ശ്ലോകമുണ്ട്. അതായത് 8.8% വ്യാസൻ എഴുതിയുള്ളൂ. ബാക്കിയൊക്കെ ആരെഴുതി? വി നെവർ പോസ് സച്ച് ക്വസ്റ്റ്യൻസ്. പിന്നീട് കൂട്ടിച്ചേർത്തു. ആര് കൂട്ടിച്ചേർത്തു? ആരവകാശം കൊടുത്തു? ഇത് പുണ്യപുരാണമാണെങ്കിൽ ഇതിൽ കൂട്ടിച്ചേർക്കാൻ അതായത് ഇതിന് യഥാർത്ഥത്തിൽ ഇവർ ഒരു വാല്യൂ കൊടുക്കുന്നില്ല. ദേ ഡോണ്ട് വാല്യൂ ദ സ്ക്രിപ്റ്റേഴ്സ്, ദേ ഡോണ്ട് വാല്യൂ ദ ഗോഡ്സ്. അതെല്ലാം ഇവരുടെ ടൂൾസ് ആണ്, അതെല്ലാം. അപ്പൊ ആ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതും കാണേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ആ ടൂൾസ് ഉപയോഗിച്ചാണ് അവർ എക്സ്പ്ലോയിറ്റേഷൻ മുന്നോട്ട് കൊണ്ടുപോയത്. അതെ, അതായത് ആ ടൂൾസ് ഉപയോഗിച്ചാണ് അവർ ചെയ്യുന്നത്. അപ്പൊ ആ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ ജാതി. അപ്പൊ ഇത് എന്താണ്? യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന് ജനുവരി 13, 2026 നോട്ടിഫിക്കേഷനാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. അത് എന്തുകൊണ്ട്? ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ജാതീയമായ വിവേചനം അവസാനിപ്പിക്കാൻ വേണ്ടി UGC കൊണ്ടുവന്ന നിയമത്തിന്റെ നോട്ടിഫിക്കേഷനാണിത്. ഇവിടെ നോട്ടിഫിക്കേഷൻ മൊത്തമല്ല ഒബ്ജക്ഷണബിൾ ആയിട്ടുള്ളത്. നോട്ടിഫിക്കേഷനിലെ സെക്ഷൻ 3 സബ്സെക്ഷൻ C വകുപ്പ്. കാരണം ഇതനുസരിച്ച് നേരത്തെ ഉണ്ടായ 2012 SC ST മാത്രമായിരുന്നു. ഇവിടെ SC ST OBC കൂടെ ചേർത്തു. ഇതനുസരിച്ച് SC ST OBC വിഭാഗത്തിലുള്ളവർക്കെതിരെയുള്ള ജാതിപരമായ അധിക്ഷേപവും അന്വേഷിക്കാനും അതിന്മേൽ നടപടിയെടുക്കാനും ഇക്വിറ്റി കമ്മീഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ ജാതി വിവേചനം നമ്മൾ ഒരു യൂണിവേഴ്സിറ്റികളിലൊക്കെ, എസ്പെഷ്യലി നോർത്ത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ, അവിടുത്തെ ക്യാൻറ്റീനിൽ ജാതി വിവേചനം ഉണ്ട്, അവിടുത്തെ ലൈബ്രറിയിൽ ജാതി വിവേചനം ഉണ്ട്, പഠിത്തത്തിലുണ്ട്. എവരിവെയർ ഇറ്റ് ഈസ് ദേർ. റെയിൽവേ സ്റ്റേഷനിൽ കുടിക്കുന്ന വെള്ളത്തിൽ പോലും ഉണ്ട്, എല്ലാത്തിനകത്തുണ്ട്. ശ്വാസത്തിൽ വരെ ഒക്കുമെങ്കിൽ ഉണ്ടാക്കാൻ ശ്രമിക്കും. അപ്പം ഈ ജാതിപരമായ ഈ വേർതിരിവിനും വിവേചനവും ഈ 3 വിഭാഗങ്ങൾക്ക് മാത്രമാക്കി ചുരുക്കിയെന്നും അതിൽ ഉയർന്ന ജാതിക്കാരെ ഉൾപ്പെടുത്തിയില്ല എന്നുമാണ് സമരത്തിൽ ഉയർത്തുന്ന വിചിത്രവാദം. ഉയർന്ന ജാതിക്കാർ ഈ 3 പേരെ മാത്രമേ ഉൾപ്പെടുത്തുള്ളൂ, SC ST and OBC. ഉയർന്ന ജാതിക്കാരെ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ല എന്നാണ് ചോദ്യം. ഞാൻ ഇടപെട്ടിട്ടാണ്. അതെ, അതിലൊരു സോഷ്യോളജിക്കൽ ഫാക്ടർ, എന്റെ കയ്യിൽ കിട്ടുന്ന അല്ലെ എനിക്കുള്ളത് നഷ്ടപ്പെടുത്താനോ വീതം വെക്കാനോ ഞാൻ തയ്യാറില്ല എന്നൊരു മനസ്ഥിതിയുണ്ട്. ഈ അറിവും സമ്പത്തും ബ്രാഹ്മിൺസിന്റെ കയ്യിലിരിക്കുകയാണ്. ദേ ആർ നോട്ട് പ്രിപ്പയർഡ് ടു ഷെയർ ഇറ്റ്. അവർ വീതം വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതിനുള്ള ശ്രമങ്ങളെയാണ് ചെറുക്കുന്നത് എന്നാണ് എന്റെ കാഴ്ചപ്പാട്. അതെ, അവര് പറഞ്ഞു അത് ഇത് സ്വത്തുകൾ മുഴുവനും മറ്റുള്ളവരുടെ ആയിരുന്നു. അത് കൊള്ളയടിച്ച് കൈക്കൽ വെച്ചിട്ട് ഇനി അത് ആർക്കും കൊടുക്കരുതെന്ന് പറയുന്നതാണ് ഇപ്പൊ നടക്കുന്നത്. ശരി. അപ്പൊ ഏതായാലും ഉയർന്ന ജാതിക്കാരെ ജാതിപരമായി എങ്ങനെയാണ് അധിക്ഷേപിക്കണം നമ്മൾ എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് ഉയർന്ന ഒരാളെ ജാതി പറഞ്ഞ് നീ ഒരു നമ്പൂരി അല്ലേടാന്ന് ചോദിക്കണം? അത് അധിക്ഷേപമാണോ? എനിക്കറിയില്ല. നമ്മുടെ കോൺസെപ്റ്റ് ഓഫ് അധിക്ഷേപം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. മുകളിലുള്ളവർ താഴെ എന്ന് പറയുന്നവരെ മോശമായി സംസാരിക്കുന്ന അതൊക്കെയാണ് അധിക്ഷേപം. അല്ലാതെ ഉയർന്ന ആൾ നിനക്ക് 5 കോടിയുടെ സ്വത്തില്ലേടാ, 5000 കോടിയുടെ സ്വത്തില്ലേടാ നിനക്ക് ചോദിക്കണം അധിക്ഷേപമാണോ? നീ ഒരു പിച്ചക്കാരനാണെന്ന് പറയുമ്പോഴാണ് അധിക്ഷേപമാകുന്നത് അല്ലേ? പക്ഷെ ഇവിടുത്തെ വാദം അതാണ്. ഇനി അങ്ങനെ അധിക്ഷേപിക്കാൻ ഒക്കുമായിരുന്നെങ്കിൽ ഇന്ത്യയിലെ 3.5% മാത്രം വരുന്ന ബ്രാഹ്മണ സമുദായത്തെ മഹാഭൂരിപക്ഷം വരുന്ന താഴ്ന്ന ജാതിക്കാർ എന്നേ അധിക്ഷേപിച്ചൊരു മൂലക്കിരുത്തുമായിരുന്നു. അപ്പൊ അത് സാധ്യമല്ല. അങ്ങനെ ഒരു ലോജിക്കൽ ഫാലസിയാണ് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അതാ നോളജ് സാർ ആദ്യം പറഞ്ഞ സംസ്കൃതത്തിൽ കൂടെ കിട്ടിയ അറിവിന്റെ ബലമാണത്. അതെ. ഇനി അറിവിന്റെ വെച്ചാൽ ആ അറിവിൽ പറയുന്ന വേദങ്ങൾ വലിയ അറിവ്. അതിനകത്തൊരു പുണ്ണാക്കുമില്ലേ? കിൽ ദ എനിമി എന്നാണ് അതിനകത്ത് പറയുന്നത്. ഇന്ദ്രനോട് പറയുന്നത് കിൽ ദ ഡാഷ്യൂസ് ആൻഡ് ബ്രിങ് ദർ വെൽത്ത് ടു അസ് എന്നാണ്. ഇത് എഴുതി വെച്ചിരിക്കണോണ്ടാണ് ഇത് ആരും വായിക്കല്ലേ എന്ന് പറഞ്ഞത്. ഈ പൊട്ട സാധനം ആരും വായിക്കല്ലേ എന്ന് പറഞ്ഞത് ഇതിനകത്ത് ഒന്നുമില്ല. ഇറ്റ്സ് എ ബ്ലഡി ബ്രെഡ് ആൻഡ് ബട്ടർ ഫിലോസഫി ആൻഡ് എ വാർ ക്രൈ ടു കിൽ ആൻഡ് കിൽ, നത്തിങ് മോർ നത്തിങ് ലെസ്. അത്രേ ഉള്ളൂ അതിനകത്ത് കേട്ടോ. അതുകൊണ്ടാണ് അത് ആരും വായിക്കല്ലെന്ന്. വായിച്ച് ഈ പൊട്ടത്തനം മുഴുവൻ വെളിയിലാവുമല്ലോ. നമ്മൾ നോക്കണം, മത്സ്യ അവതാരം വരുമ്പോൾ മത്സ്യം ഒരു ബുദ്ധിസ്റ്റ് ആയ ഒരാളുടെ ഇത് കിട്ടുന്നു, ഹയഗ്രവന്റെ കിട്ടുന്നു. അപ്പോൾ എന്തിനാണ് ഈ വേദങ്ങൾ പുള്ളിയുടെ കിട്ടിയെന്ന് എന്തിനാണ് പിടിച്ചെടുക്കണേ? വേദങ്ങൾ അയാൾ വായിച്ചാൽ സത്യം പുറത്തു വരും. മനസ്സിലായോ? ഈ വേദ സംസ്കാരം എന്നൊക്കെ പറയുന്ന പലരും ഇത് വായിക്കാറില്ല, വായിച്ചിട്ടുമില്ല. അല്ല, വാക്കുകൊണ്ട് മാത്രമേ ഇത് പകരാവുള്ളൂ, എഴുതി വെച്ച് പകർത്തരുത് എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെയാണ് മറ്റുള്ളവർ. അതാണ് അത് അവർക്ക് താല്പര്യമായിട്ട് മാത്രമേ അറിയാവുന്നുള്ളതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ നിയമങ്ങളും സിസ്റ്റവും എല്ലാം ഉയർന്ന ജാതിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പൊതുവെ. അതിനിടയിൽ ഇങ്ങനെ അപൂർവം ചില നിയമങ്ങൾ വരുമ്പോൾ നാളെ ഇതുവരെ താഴ്ന്ന ജാതിക്കാരെ അധിക്ഷേപിക്കാനുള്ള അധികാരവും അവകാശവും തങ്ങൾക്കുണ്ട് എന്ന് കരുതി പോകുന്ന ഉയർന്ന ജാതിക്കാർ അസ്വസ്ഥരാകും. അത്തരം ഒരു അസ്വസ്ഥതയാണ് വാസ്തവത്തിൽ ഈ UG കയ്യിലുള്ളത് നഷ്ടപ്പെടുന്നുള്ള അസ്വസ്ഥത. അതുകൊണ്ടാണ് UGC നോട്ടിഫിക്കേഷൻ 3C എതിരെ ഉയർന്ന പ്രക്ഷോഭത്തിന് അടിസ്ഥാനം.
ഇനി ഈ നോട്ടിഫിക്കേഷനെതിരെ BJPയിലെ സവർണ നേതൃത്വ രംഗത്ത് വന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. UPയിലും ദില്ലിയിലും നടക്കുന്ന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ബ്രാഹ്മണ സംഘടനകളാണ്. ആ സംഘടനകളുടെ പേരെന്ന് വെച്ചാൽ സമസ്ത ഗുജറാത്ത് ബ്രാഹ്മണ സമാജ്, ബ്രാഹ്മണ സഭ. ഗുജറാത്തോടെ കൂടി ഉണ്ടല്ലേ? ഉണ്ട്. പിന്നെ ഗുജറാത്തിൽ നിന്ന് എല്ലാവരും വരുമല്ലോ. അഖില ഭാരതീയ ബ്രാഹ്മണ മഹാസഭ, ബ്രഹ്മോദേവ് സമാജം, വിപ്ര ഫൗണ്ടേഷൻ, പിന്നെ സവർണ സമാജ്, ഇതൊക്കെയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നവർ. ഇത് മാത്രമല്ല, UPയിൽ 11ഓളം BJP പ്രാദേശിക സവർണ നേതാക്കൾ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു, പ്രതിഷേധിച്ച്, ഈ നോട്ടിഫിക്കേഷൻ പ്രതിഷേധിച്ച്. ചിലർ രാജിക്കത്ത് നേരെ പ്രധാനമന്ത്രിക്ക് അയച്ചു കൊടുത്തിരിക്കുന്നത്. ഏറ്റവും രസകരം, അലങ്കാർ അഗ്നിഹോത്രി എന്ന് പറഞ്ഞ ബറേലിയിലെ മാജിസ്ട്രേറ്റ്, UPയിലെ ബറേലിയിലെ മാജിസ്ട്രേറ്റ് ആയിരുന്നു. അയാൾ റിസൈൻഡ് ഇൻ പ്രൊട്ടസ്റ്റ്. എന്നിട്ട് അയാൾ പ്രൊട്ടസ്റ്റ് പ്ലക്കാർഡ് പിടിച്ചോണ്ടിരുന്നത്. എന്തിനാണ്? ദിസ് ഈസ് ആന്റി ബ്രാഹ്മിൺ, കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. അലങ്കാർ അഗ്നിഹോത്രി. അപ്പൊ അഗ്നിഹോത്രി എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരിൽ ഏറ്റവും ഉയർന്നവരെന്ന, ബ്രാഹ്മണത്തിനകത്ത് ജാതിയുണ്ട് കേട്ടോ. കാശ്മീരി ബ്രാഹ്മണനൊക്കെ ഉയർന്ന പോസ്റ്റിലാണ് അഗ്നിഹോത്രി. നേരിട്ട് അഗ്നി എന്ന് വന്നിരിക്കുകയാണ്. പോട്ടെ, ഏതായാലും 1900 നമ്മുടെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന് ഉണ്ടായ സമരങ്ങൾക്ക് അതിന് സമാനമായ സമരങ്ങളും അക്രമങ്ങളും ഇനി വരാനിരിക്കുകയാണ്. അപ്പൊ ഇത് നമ്മൾ പറയുമ്പോൾ നിലവിൽ 2012 ചട്ടങ്ങളുണ്ട്. SC/ST വിഭാഗങ്ങൾക്കെതിരെയുള്ള വിവേചനത്തെക്കുറിച്ചും അവഹേളനത്തെക്കുറിച്ചും ഇത് അന്വേഷിക്കണം, നടപടിയെടുക്കണം. പക്ഷേ അവർക്കെതിരെ അന്വേഷണത്തിന് ഒരു കുറവും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഇക്കാര്യത്തിൽ ഈ നിയമം എടുക്കുന്നതിന് മുമ്പ് സുപ്രീം കോടതിയിൽ നടക്കുന്ന ഒരു പൊതു താല്പര്യ ഹർജിയെ തുടർന്ന്, സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന്, സുപ്രീം കോടതിയുടെ പരിശോധനയ്ക്ക് ശേഷമാണ് ഈ 2026 നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിരിക്കുന്നത്. UGC ഇറങ്ങിയത് അല്ല. അല്ല, UGC ആണ് ഈ ചട്ടം ഇറക്കിയിരിക്കുന്നത്, നോട്ടിഫിക്കേഷൻ. പക്ഷെ അതിനു മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട കേസ് എന്ന് പറഞ്ഞാൽ, കേസിലേക്ക് ഞാൻ വരാം. ആ കേസിൽ സുപ്രീം കോടതി പറയുന്നതനുസരിച്ച് സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്ന് ഈ നോട്ടിഫിക്കേഷന്റെ ഡ്രാഫ്റ്റ് സുപ്രീം കോടതി കണ്ട് ക്ലിയറൻസ് മേടിച്ചതിന് ശേഷമാണ് ഇത് നോട്ടിഫിക്കേഷൻ ആക്കിയിരിക്കുന്നത്. ആ നോട്ടിഫിക്കേഷനാണ് സുപ്രീം കോടതി തന്നെ ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്. അതാണ് അതിന്റെ തമാശ. ഇനി അതാണ് കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് സർവകലാശാലകളിലെ ജാതി അധിക്ഷേപവും വിവേചനവും 118.4% ഉയർന്നു എന്നാണ് UGC ചൂണ്ടിക്കാണിക്കുന്നത്. ഈ കോടതി പറയുന്നത് 118.4. ഇനി 2012 നോട്ടിഫിക്കേഷൻ അനുസരിച്ചുള്ള ഇക്വിറ്റി കമ്മിറ്റി പല കോളേജുകളിലും ഇല്ല എന്ന് UGC പറയുന്നുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ കർശന സ്വഭാവമുള്ളതും സർവകലാശാല അധികൃതരെ പോലും ഉത്തരവാദിത്തപ്പെടുന്നതുമായ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇങ്ങനെ പ്രശ്നമുണ്ടാകാണ്. അവിടുത്തെ ഡീനൊക്കെ അതിന് ആൻസറബിൾ ആണ്. പണ്ട് അങ്ങനൊന്നും ഇല്ല, അവരില്ല. അപ്പൊ പിന്നെ എന്തിനാണ് ഈ എതിർപ്പെന്ന് ചോദിക്കുമ്പോൾ, ഈ റെഗുലേഷൻസ് ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഒന്ന് പറയണം. അതായത് SC/STയോ OBCയോ തെറ്റായ പരാതികൾ ഉന്നത ജാതിക്കാർക്കെതിരെ കൊടുക്കാൻ സാധ്യതയുണ്ട്. 1. 2, വ്യാജ പരാതിക്കാർക്കെതിരെ നടപടിയെടുക്കാൻ നിയമത്തിൽ വകുപ്പില്ല. 3, ഉന്നത ജാതിക്കാരെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് മാറ്റുന്നത് റിവേഴ്സ് ഡിസ്ക്രിമിനേഷൻ ആണെന്നാണ് പറയുന്നത്. റിവേഴ്സ് ഡിസ്ക്രിമിനേഷൻ ടെക്നിക്കൽ എക്സ്പ്ലനേഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഉന്നത ജാതിക്കാരെ ജാതിപരമായി അധിക്ഷേപിച്ചാലും നടപടി വേണം. മാത്രമല്ല, ഉന്നത ജാതിക്കാർക്കെതിരെ വ്യാജ പരാതി നൽകുന്നവർക്കെതിരെ നടപടിക്ക് വ്യവസ്ഥ ഉണ്ടാകണം. ഇതൊരു തരം ലോജിക്കൽ ഫാലസിയാണ്. പക്ഷെ ഇതിന്റെ പുറയിൽ ചരിത്രപരമായ ഒരു വസ്തുതയുണ്ട്. ഉദാഹരണം, പണ്ട് നമ്മുടെ നാട്ടിൽ നിയമം ഉണ്ടായിരുന്നു. ബ്രാഹ്മണനെതിരെ ആരെങ്കിലും ഒരു കുറ്റം ആരോപിച്ചാൽ അതിന്റെ വിധി തീർപ്പാകുന്നത് ഇങ്ങനെയായിരുന്നു. അതായത് കുറ്റാരോപിതനായ ബ്രാഹ്മണനെ തുലാഭാരത്തിന്റെ ഒരു തട്ടിൽ ഇരുത്തും. മറ്റേ തട്ടിൽ ബ്രാഹ്മണൻ ചെയ്തു എന്ന് പറയുന്ന കുറ്റകൃത്യങ്ങളെ തുളസി ഇലയിൽ എഴുതി വെക്കും. തുളസി ഇല വെച്ച തട്ട് താഴ്ന്നാൽ ബ്രാഹ്മണനെതിരെ ആരോപിച്ച കുറ്റം നിലനിൽക്കും. തുളസി ഇല വെച്ച തട്ട് താഴ്ന്നില്ലെങ്കിൽ അങ്ങനെ ഒരു കുറ്റം ബ്രാഹ്മണൻ ചെയ്തിട്ടില്ല എന്നാണ് അതിനർത്ഥം. കാരണം തുളസി ഇല കള്ളം പറയില്ല. തുളസി ഇല കള്ളം പറയില്ല. അപ്പൊ പിന്നെ ബ്രാഹ്മണനെതിരെ വ്യാജ പരാതി നൽകിയ താഴ്ന്ന ജാതിക്കാരൻ എന്ത് ചെയ്യണം? അവന് വിഷം കൊടുക്കണം, അല്ലെങ്കിൽ പാമ്പിനെ കൊണ്ട് കടിപ്പിക്കണം, അല്ലെങ്കിൽ മുതലക്കുളത്തിൽ തള്ളിയിടും. അപ്പൊ പിന്നെ ആരും ഒരു കീഴ്ജാതിക്കാരനും പരാതി കൊടുക്കുന്നില്ല ബ്രാഹ്മണനെതിരെ. അത്തരം ഒരു വകുപ്പ് UGC നോട്ടിഫിക്കേഷൻ വേണമെന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ. അത് നമ്മളിപ്പോ എന്നെ ഒരാൾ ഇടിച്ചു എന്തെങ്കിലും ഒരു കേസ് കൊടുത്താൽ അത് തെളിയണം. നമ്മുടെ കോടതി പറയുന്നത് എന്താണ്? 100 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടില്ല. 100% ഇറ്റ് ഷുഡ് ബി പ്രൂവ്. പ്രോസിക്യൂഷൻ അത്രയും പ്രൂവ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ തെളിവുകളുടെ അഭാവത്തിൽ അവരെ വിടും. അതായത് ആ സംഭവം നടന്നിട്ടില്ല എന്നല്ല, അത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്.
അങ്ങനെ വിട്ടാൽ ഉടനെ നമുക്ക് മറ്റേയാൾക്കെതിരായിട്ട് പരാതി കൊടുക്കാൻ ഇവിടെ നാട്ടിലെ നിയമം ഉണ്ടോ? ഉണ്ട്. പക്ഷെ നാട്ടിൽ നിയമം ഇല്ല. നടപ്പാകുകയില്ല. പക്ഷെ അത് വേണമെന്ന് ഇവിടെ പറയണം. അപ്പൊ ഒരുത്തരും പരാതി കൊടുക്കത്തില്ല. ഇനി എന്തുകൊണ്ടാണ് UGC നോട്ടിഫിക്കേഷൻ വന്നത്? അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്. 2019 സുപ്രീം കോടതി മുമ്പിൽ ഒരു പൊതു താല്പര്യ ഹർജി എത്തി. അതിനെ തുടർന്നാണ് ഈ സുപ്രീം കോടതി UGCയോട് നോട്ടിഫിക്കേഷൻ ഇറക്കാൻ പറയുന്നത്. അതാണ് ഈ 2024 നോട്ടിഫിക്കേഷൻ. ഈ പൊതു താല്പര്യ ഹർജി കൊടുത്തത് ആരാണെന്ന്, ഒരാളുടെ പേര് അബേദ സലിം തഡ്വി എന്നാണ്, മറ്റേയാളുടെ പേര് രാധിക വിമല. രണ്ടുപേരും സ്വന്തം മക്കളെ ജാതി അധിക്ഷേപത്തെ തുടർന്ന് നഷ്ടമായവരാണ്. വിമലയുടെ അമ്മ ഒന്ന്. മറ്റേ സലിം തഡ്വി എന്ന് ആദിവാസി സ്ത്രീക്ക് നഷ്ടമായത് അവരുടെ മകളാണ്, ഡോക്ടർ പായൽ തഡ്വി. ജാതി അധിക്ഷേപം താങ്ങാൻ കഴിയാതെ മുംബൈയിലെ നായർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ പായൽ സൂയിസൈഡ് ചെയ്തത് 2019. രാധാദേവി എന്ന പട്ടികജാതി വനിതയ്ക്ക് നഷ്ടമായത് രോഹിത് വെമ്പിലെ എന്ന ഗവേഷണ വിദ്യാർത്ഥിയാണ്, ഹൈദരാബാദ് സർവകലാശാല, 2016. അതെന്തിനാണ്? രസകരമാണ്. രോഹിതിനും മറ്റു 4 പേരും ചേർന്ന് ABVP RSSന്റെ സ്റ്റുഡന്റ് വിങ് അവരിലെ ആളുകളെ ആക്രമിച്ചു എന്നും അതിനൊടുവിൽ ഒരു ആരോപണം വന്നു. അപ്പൊ ആരോപണം തെറ്റാണെന്ന് ഇന്റേണൽ കമ്മിറ്റി അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്തു. അപ്പോ കേന്ദ്രമന്ത്രിയായിരുന്ന ദത്തത്രേയ വൈസ് ചാൻസലർ കത്തെഴുന്നു അത് യൂണിവേഴ്സിറ്റിയുടെ നടപടിയെടുക്കണം. അതിനെ തുറന്നിട്ടാണ് നടപടി എടുക്കുന്നത്. കൃത്യമാണത്. ഈ നടപടിയെ തുടർന്നിട്ടാണ് വിമല ആത്മഹത്യ ചെയ്യുന്നത്. അപ്പൊ 2012 ജാതി അധിക്ഷേപത്തിനെതിരെയുള്ള ചട്ടങ്ങൾ നിലനിൽക്കുകയാണ് ഇതൊക്കെ ചെയ്ത്. നിലനിൽക്കുകയാണ് കേന്ദ്രമന്ത്രി ഇടപെട്ടിട്ട് ഈ കുറ്റമില്ല, തെളിഞ്ഞില്ല എന്ന് പറഞ്ഞവർക്കെതിരെ നടപടി എടുക്കണമെന്ന് പറയണം, അവരെ പുറത്താക്കുന്നു. അതിനെ തുടർന്ന് ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു. അപ്പൊ അതിനെതിരെയുള്ള നിയമ നടപടിയാണ് ഇപ്പോൾ ഈ 2026 ഈ ചട്ടം വന്നിരിക്കുന്നത്. അതിനകത്താണ് ഈ ബ്രാഹ്മണന്റെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇന്ത്യയിലെ 3.5% മാത്രമുള്ള ബ്രാഹ്മണരെ കുറിച്ച് 1990 ഖുഷ്വന്ത് സിംഗ്, ഫേമസ് ജേർണലിസ്റ്റ്, ഇലസ്ട്രേറ്റ് വീക്കിലെ, പുള്ളി ഒരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ പുള്ളി പറയുന്ന ചില പോയിന്റ്സ് ആണ്. 1990 കേട്ടോ. ഇന്ത്യയിലെ ഗസറ്റഡ് പോസ്റ്റുകളിലെ 70% ബ്രാഹ്മണരാണ്. സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരിൽ 73% ബ്രാഹ്മണരാണ്. 48% ഗവർണർമാർ ബ്രാഹ്മണരാണ്. 56% സുപ്രീം കോടതി ജഡ്ജിമാർ ബ്രാഹ്മണരാണ്. ഹൈക്കോടതിയിലെ 50% ജഡ്ജിമാർ ബ്രാഹ്മണരാണ്. അംബാസഡർമാരിൽ 41% ബ്രാഹ്മണരാണ്. IAS ഉദ്യോഗസ്ഥരിൽ 72% ബ്രാഹ്മണരാണ്. ലോക്സഭയിൽ 37%, രാജ്യസഭയിൽ 36% ബ്രാഹ്മണരാണ്. ഖുഷ്വന്ത് സിംഗ് എഴുതിയ 35 വർഷത്തിന് മുമ്പാണ്. പക്ഷെ അതിൽ വലിയ മാറ്റമൊന്നും വരുന്ന എനിക്ക് തോന്നുന്നില്ല. ഈ വസ്തുതയൊക്കെ മാറ്റം വന്നിട്ടില്ല. ഇല്ല. പക്ഷെ ഇത്തരം കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരേണ്ടത് ഗവൺമെന്റ് മെഷീനറി കൊണ്ടുവരത്തില്ല, കൊണ്ടുവരുന്ന മാധ്യമങ്ങളാണ്. ഇപ്പൊ മാധ്യമങ്ങളുടെ അവസ്ഥ ഇതിനേക്കാൾ എത്രയോ ഭീകരമാണ്, നമ്മൾ കരുതുന്നതിന്റെ അപ്പുറമാണ്. 2019 ഓക്സ്ഫാം ഇന്ത്യയും മീഡിയ റംബിളും ചേർന്നൊരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അതിലെ കണ്ടെത്തലുകളാണ് ഭയങ്കരമാണ് കേട്ടോ. 1. ഇംഗ്ലീഷ് ന്യൂസ് റൂമിലെ നേതൃസ്ഥാനങ്ങളിൽ 88% ബ്രാഹ്മണരാണ്. ഇംഗ്ലീഷ് ന്യൂസ് ചാനലുകളിൽ 81% ഉന്നത പദവികളിലും ബ്രാഹ്മണരാണ്. ഇംഗ്ലീഷ് ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നവരിൽ 76% ബ്രാഹ്മണരാണ്. ഹിന്ദി ചാനലുകളുടെ നേതൃനിരയിൽ രാഹുൽ ഈശ്വറിനെ വരെ ഡൽഹിയിൽ ചർച്ചയ്ക്ക് വിളിക്കും. രാഹുൽ ഈശ്വരനാണ് നമ്മൾ ഈ പറയുന്ന ആള്. ഹിന്ദി ചാനലുകളുടെ നേതൃനിരയിൽ 100% ബ്രാഹ്മണരാണ്. പത്രങ്ങളിലെ നേതൃനിരയിൽ 92% ബ്രാഹ്മണരാണ്. ഡിജിറ്റൽ ന്യൂസ് ഔട്ട്ലെറ്റുകളിലെ 81% ബ്രാഹ്മണരുടേതാണ്. ഇത് കഴിയുമ്പം നമ്മൾ ബിസിനസ് രംഗത്തേക്ക്, ഇതൊക്കെയാണല്ലോ പ്രധാനമായിട്ട്, ബിസിനസ് രംഗത്തിലേക്ക് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത 1000 കമ്പനികളിൽ 44% ബ്രാഹ്മണരാണ്. 46% വൈശ്യരാണ്. ഈ UGC നോട്ടിഫിക്കേഷനെതിരെ ഉള്ള ബ്രാഹ്മണ നേതൃത്വത്തിൽ നടക്കുന്ന സമരങ്ങളെ ഈ പശ്ചാത്തലത്തിൽ കാണുമ്പോഴാണ് നമുക്ക് ഇതുവരെ കിട്ടാത്തൊരു ഡയമെൻഷൻ കിട്ടുന്നതും എന്തുകൊണ്ട് നമ്മളെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഇതിനിടയിൽ ഞാൻ രാഹുൽ ഈശ്വർ പറഞ്ഞുകൊണ്ട് ഒരു കമന്റ് കൂടെ പറഞ്ഞോട്ടെ കണക്ടറായിട്ട്. ഈ UGC സമരത്തിന്റെ ഒരു നേച്ചർ ഉണ്ടല്ലോ. എന്താണ്? അധിക്ഷേപം അനുഭവിക്കുന്നവർക്കെതിരെ നടപടി വേണമെന്ന് പറയുമ്പോൾ അപ്പുറത്തെയുള്ള ഉയർന്ന ജാതിക്കാരെ അധിക്ഷേപിച്ചാലും നടപടി വേണം എന്ന് വാദമില്ലേ? ആ വാദത്തിന്റെ വേറൊരു വശമാണ് രാഹുൽ ഈശ്വർ പറയണത്. സ്ത്രീകൾക്കെതിരെയുള്ള അട്രോസിറ്റി എത്ര ആയിരം വർഷങ്ങൾ നമ്മൾ നോക്കണം. ബ്രാഹ്മണന്റെ ജോലി എന്താണ്? പൂജ. ക്ഷത്രിയന്റെ ജോലി എന്താണ്? യുദ്ധം. വൈശ്യന്റെ ജോലി എന്താണ്? കച്ചവടം. ശൂദ്രന്റെ ജോലി എന്താണ്? ഇവരെയൊക്കെ സേവിക്കുക. ബ്രാഹ്മണ സ്ത്രീയുടെ ജോലി എന്താണ്? ശൂദ്ര സ്ത്രീയുടെ ജോലി എന്താണ്? വൈശ്യ സ്ത്രീയുടെ ജോലി എന്താണ്?
ക്ഷത്രിയ സ്ത്രീയുടെ ജോലി, ഇവരുടെയൊക്കെ ജോലി ഈ പുരുഷന്റെ സെക്സ് ടോയ് മാത്രമാണ്, അവന്റെ കുഞ്ഞിനെ പ്രസവിക്കാനുള്ള മാത്രം. ഇതായിരുന്നു എത്രയോ ആയിരം അതിനൊരു മാറ്റം വരുന്നതാണ് സ്ത്രീകൾക്കെതിരെയുള്ള അട്രോസിറ്റിക്കെതിരെ നിയമം. ആ നിയമം വരുമ്പം പുരുഷ കമ്മീഷൻ വേണമെന്ന് പറഞ്ഞ് വാദിക്കുന്ന ഒരു രാഹുൽ ഈശ്വർ, അയാള് ഈ UGCയിൽ ഈ സമരം നടത്തുന്നില്ലേ, ഉന്നത ജാതിക്കാരെ അധിക്ഷേപിക്കുന്ന തടയണം, അവർക്ക് പ്രത്യേക നിയമം വേണം എന്ന് വാദിക്കുന്ന ആളുകളുമായിട്ട് യാതൊരു വ്യത്യാസവും ഇല്ല. ഒരേ സാധനമാണ്, ഒരേ സാധനം. അതാ ഞാൻ ആ പേര് പറഞ്ഞ. അപ്പൊ അതുകൊണ്ട് നമ്മള് മാധ്യമങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം ആ നിയന്ത്രിക്കുന്നതൊക്കെ വേറെ ആളുകളാണ്. കോടതിയിൽ പോയിട്ട് കാര്യമില്ല, കോടതി നിയന്ത്രിക്കുന്ന വേറെ ആളുകളാണ്. പക്ഷെ ആ ശ്രമങ്ങൾക്ക് ഫലമില്ലെന്ന് പറയാൻ പറ്റുമോ? അല്ല, ആ ശ്രമങ്ങളൊക്കെ തകർന്നു പോകുന്നു. നമ്മൾ നോക്കൊരു മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വരുമ്പോ എങ്ങനെയായിരുന്നു അതിനെ തകർത്തത്? അതിനെ തകർക്കുന്നില്ലേ? പക്ഷെ അതിൽ വേറൊരു കാഷ്വാലിറ്റി ഉണ്ടായത് സോഷ്യലിസ്റ്റ് പാർട്ടി ലീഡേഴ്സ് എല്ലാം ജാതി ലീഡേഴ്സായി. ലല്ലു പ്രസാദും കർപ്പൂരി താക്കൂറും എല്ലാം ജാതിയുടെ മാത്രം നേതാക്കന്മാരായി മാറി. അങ്ങനെയാണ് അത് തകർന്നത്. അതങ്ങനെ എനിക്കെപ്പോഴും തോന്നുന്നത് ഈ എന്താണ് ബ്രാഹ്മണന്റെ മാലിന്യം ചുമക്കുന്ന കഴുതകളാണ് ബാക്കി ഉള്ള നമ്മളെല്ലാം. നമ്മൾ ഒരു നിമിഷം ഇത് താഴെ എറിയുകയാണെങ്കിൽ ഈ ബ്രാഹ്മണ്യം പോയി. യഥാർത്ഥത്തിൽ ബുദ്ധിസം വരുമ്പോൾ സംഭവിക്കുന്ന അതാണ്. ബുദ്ധിസം വരുമ്പോൾ ഈ നാട്ടിലെ താഴ്ന്ന ജാതിക്കാരെ എന്ന് പറയുന്ന മനുഷ്യർ മുഴുവൻ ബുദ്ധിസത്തിലേക്ക് വരുന്നു. അപ്പൊ എന്ത് പറ്റി? ഈ ബ്രാഹ്മണിസം തകർന്നുപോയി. ഇതുപോലെ ഇവിടുത്തെ ശൂദ്രര് അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാർ, അൺടച്ചബിൾസ് എന്നൊക്കെ പറയുന്നവർ ഒരുമിച്ച് നിന്നാൽ ഈ 3% ബ്രാഹ്മണന് എന്ത് ചെയ്യാൻ കഴിയും? കേരളത്തിൽ 1% നമ്പൂതിരിക്ക് എന്ത് ചെയ്യാൻ കഴിയും? പക്ഷെ നമ്മള് ഇപ്പോഴും പറയുന്നില്ല, ഒരു റോയി മരിച്ചപ്പോ നമ്പൂതിരിയുടെ ശാപം കൊണ്ടാണ്. നമ്പൂതിരി ശപിച്ചാൽ ദുരന്തം വരുമെന്ന് കരുതുന്ന ഒരു മനസ്സ് നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. അല്ല സാർ, ഞാൻ ഇടപെട്ട് സംസാരിച്ചട്ടെ. അതായത് ഇപ്പൊ നമ്മള് ഒരു ബസ്സിൽ യാത്ര ചെയ്യുക, തിരക്കുള്ള ബസ്, ഒരു പൂണൂലിട്ട നമ്പൂരി അങ്ങോട്ട് കയറി വന്നാൽ അദ്ദേഹത്തിന് വേണ്ടി സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതുപോലെ ഒരു കത്തോലിക്ക പുരോഹിതൻ കയറി വരുമ്പോഴും ഇതേ ആറ്റിറ്റ്യൂഡാണ്. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇവര് ദൈവത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ്. നമ്മളെയൊക്കെ അങ്ങനെ ആക്കി എടുത്തു. ദൈവത്തോട് അടുത്ത സാമീപ്യം ഇവർക്കാ. ബ്രാഹ്മണനെയല്ല നമ്മൾ പൂജിക്കുന്നത്, ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവായ ബ്രാഹ്മണനെ പൂജിക്കുന്നത്. അതെ, അതാണ് ഈ ഇതുണ്ടാക്കാൻ പറ്റുന്നത്. അതെ അതെ. അല്ല, അതിന് ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഞാൻ പറഞ്ഞോട്ടെ. തീരാറായ സാറേ, ഹലോ പറഞ്ഞോ സാറേ. ഹലോ, അതിനൊരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റോടെ പറഞ്ഞോട്ടെ. വേദങ്ങളുടെ കാലഘട്ടത്തിൽ യാഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ പൂജയില്ല, യാഗം നടത്തുന്നത് ബ്രാഹ്മണരായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബുദ്ധിസം വരികയും ബുദ്ധിസ്റ്റ് ഷ്രൈൻസിനെ പിന്നീട് ബുദ്ധിസ്റ്റുകൾ മുഴുവൻ കൊന്നൊടുക്കിയിട്ട് ബുദ്ധിസ്റ്റ് ഷ്രൈൻസിനെ ഹിന്ദു ക്ഷേത്രങ്ങളായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. കാരണം വേദങ്ങളിൽ ക്ഷേത്രം പാടില്ല എന്നാ പറഞ്ഞ, യജുർവേദത്തിലൊക്കെ ഒരു രീതിയിലുള്ള രൂപത്തിനെ ആരാധിക്കാൻ പാടില്ല. ക്ഷേത്രത്തിന് എതിരാണ് വേദങ്ങൾ. ഒരു പെട്ടെന്ന് ഹിന്ദു മതത്തിന്റെ ഭാഗമായിട്ട് ക്ഷേത്രങ്ങൾ, ദേ വെയർ ഓൾ ബുദ്ധിസ്റ്റ് ഓഫ് ജെയിൻ ഷ്രൈൻസ്. അതാണ് ക്ഷേത്രമായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ വെച്ചാൽ സാധാരണ മനുഷ്യന് ദൈവവുമായിട്ട് ഡയറക്റ്റ് ആക്സസ് ഉണ്ടാകുന്നു. അപ്പൊ യാഗം നടത്തിക്കൊണ്ട് ബ്രാഹ്മണൻ തൊഴിൽ രഹിതനാകുന്നു, വരുമാനം ഇല്ലാത്തവനാകുന്നു. അങ്ങനെയാണ് പൂജാരി അതിന്റെ ഇടയിൽ കൊണ്ട് നിർത്തുന്നത്. ദൈവത്തിനും ഭക്തനും ഇടയ്ക്ക് പൂജാരി. ഇത് കഴിഞ്ഞിട്ട് ജനാധിപത്യപരമായിട്ട് നമ്മുടെ ലോകം മാറുമ്പോ, അതെ, എന്നിട്ട് ജനാധിപത്യപരമായിട്ട് നമ്മുടെ ഇത് മാറുമ്പോ നമ്പൂതിരിക്കും ഈ ഏറ്റവും താഴ്ന്നയുള്ള സിറ്റിസണും, താഴ്ന്ന ജാതി എന്ന് പറയുന്ന സിറ്റിസണും ഒരു വോട്ടാണ്. അതോടുകൂടി അവർക്ക് നിൽക്കാനൊക്കില്ല എന്ന് പറയുമ്പോഴാണ് അവര് എക്സിക്യൂട്ടീവിലും ജുഡീഷ്യറിയിലേക്കും അവർ കയറി പോകുന്നത്. അങ്ങനെയാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് അതിന്റെ ടെക്നിക്കൽ, അധികാരത്തിൽ ഇരുന്ന മനുഷ്യർക്ക് അധികാരത്തിന്റെ ന്യൂവാൻസസ് നല്ലോണം അറിയാം. അത് നല്ലോണം അറിയാം. അപ്പൊ അത് ഓരോ ഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ പ്രശ്നം നടക്കുമ്പം നമ്മൾ രാഹുൽ മാങ്കുട്ടത്ത് എത്ര പെൺകുട്ടികളുടെ പോയി എന്ന് ചോദിച്ചാൽ നമ്മൾ എത്ര മണിക്കൂർ മാധ്യമങ്ങൾ ചർച്ച ചെയ്തു. ഞാൻ കേട്ടിട്ടില്ല 1 മണിക്കൂറെങ്കിലും നമ്മുടെ ഒരു മെയിൻ സ്ട്രീം ഒരു ചാനല്, ഒരു എന്താണ് ടെലിവിഷനോ ഏതെങ്കിലും ഈ വിഷയം ചർച്ച ചെയ്യുന്നു, UGC നോട്ടിഫിക്കേഷൻ ചർച്ച ചെയ്യുന്നു. അതിനേക്കാൾ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ട്, ഒന്നുമില്ലാതെ വരുമ്പോൾ ചർച്ച ചെയ്യും.